റാഷിദ്, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ മറിച്ചൊരു തീരുമാനമാണോ ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുക എന്ന് കരുതുക? സതീശനല്ല മുഖ്യമന്ത്രി എങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? അതാണ് ഞാൻ അജിംസ് പറഞ്ഞത്. അത് ഒരു തരത്തിലും ഈ നാട് അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നമ്മൾ കേവലം ഇ.ഡി. സതീശൻ എന്നുള്ള രാഷ്ട്രീയ നേതാവിനെ പൊലിപ്പിക്കാൻ വേണ്ടി പറയുന്നില്ല. രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നതാണ്. ഈ വി.ഡി. സതീശൻ ഒരുപക്ഷെ മുഖ്യമന്ത്രി ആയാൽ നമ്മളെ പോലെയുള്ള ആളുകൾ അധികം കാലതാമസമില്ലാതെ വിമർശനത്തിന്റെ പാത്രമാക്കേണ്ടി വരും. എന്നിരുന്നാലും നിലവിലെ സ്ഥിതിയിൽ അദ്ദേഹം നീതി അർഹിക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ മുൻഗാമിയായ പിണറായി വിജയനെതിരെ നടത്തിയ പോരാട്ടവും ആ രാഷ്ട്രീയത്തിന്റെ സൈബർ ഇടങ്ങളിൽ ഈ മനുഷ്യനെ വലിയ രീതിയിൽ വേട്ടയാടിയിട്ടുണ്ടായിരുന്നു. സതീശനെ തെറീശൻ എന്ന് വിളിച്ചുകൊണ്ട് 4-5 പ്രാവശ്യം ഫേസ്ബുക്ക് വാളുകളിൽ താണ്ഡവമാടിയിട്ടുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലൊക്കെ പോരാട്ടം നടത്തിയത് അദ്ദേഹത്തിന്റെ പരിമിതമായ സർക്കിളുമായിരുന്നു. അതിന് ഒരർത്ഥത്തിൽ ആരൊക്കെയോ ആ ഗ്രൂപ്പ് ഓഫ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിരുന്നവർ ആസ്വദിക്കുന്നുണ്ടോ എന്ന് പോലും വിശ്വസിച്ച മനുഷ്യർ ഈ നാട്ടിലുണ്ട്. അവരുടെയൊക്കെ പ്രതികരണങ്ങളാണ് നമ്മൾ ഇന്നും കണ്ടത്. അല്ല, ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ ഒരു പിന്തുണ ഉണ്ടാവാൻ ഈ മുൻ സർക്കാരിനോടുള്ള ഒരു വിരോധം, വൈരാഗ്യം, ആൻറ്റി ഇൻകംബൻസി മാത്രമാണോ? അല്ലാതെ സതീശൻ എന്ന് പറയുന്ന ആൾക്ക് എന്തോ ഐഡിയ ഉണ്ട്. അയാൾ പുതുതായി ഒരു സർക്കാരിലേക്ക് വരുമ്പോൾ പുതിയ പ്ലാനുകൾ ഉണ്ടാകും, പ്രൊജക്റ്റുകൾ ഉണ്ടാകും, അദ്ദേഹത്തിന് ചില വീക്ഷണങ്ങൾ ഉണ്ടാകും. അതിനൊക്കെ പിന്തുണ ഉണ്ടായിട്ടുണ്ടോ ഈ തെരഞ്ഞെടുപ്പിൽ? അതിലുണ്ട്. അദ്ദേഹത്തെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അജിംസ്, അദ്ദേഹം ഒരു ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനും പിണറായി വിജയനും ഈ നാട്ടിൽ നിന്ന് കാലഹരണപ്പെട്ടു പോകും, അപ്പോഴും ഈ നാടിൻ്റെ സെക്യുലർ സ്വഭാവം ഈ നാടിന് ആവശ്യമാണ്. ആ തരത്തിലുള്ള വലിയ വലിയ സ്റ്റേറ്റ്മെൻറ്റുകൾ ആളുകൾ ആകർഷിച്ചിട്ടുണ്ട്. അതിനപ്പുറം പോളിസികളും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് കോൺഗ്രസിന് മുൻകാലങ്ങളിൽ നിലപാടുകൾ ഉണ്ടായിരുന്നില്ല. അത് ഭരണത്തിലേറിയാൽ പ്രതിപക്ഷത്തിൻ്റെ താല്പര്യങ്ങൾ പോലും ക്രിട്ടിക്കൽ സ്റ്റേജുകൾ നടപ്പിലാക്കി കൊടുക്കുന്നു എന്നെടുത്ത് വി.ഡി. സതീശൻ അതിൽ നിന്നൊരു മാറ്റമാണ് ഉണ്ടാക്കുക എന്നുള്ള ഒരു ബോധ്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ വി.ഡി. സതീശൻ വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ ഒരു അധികാരാരോഹണം ഈ നാട്ടിൽ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ മീൻസ് ഈ നാട്ടിൽ ആരെങ്കിലും പ്ലാൻഡായി കൂട്ടിയാൽ കൂടുന്ന ഒരു ആൾക്കൂട്ടത്തെ അല്ല ഇന്ന് ഈ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള തെരുവുകൾ കാണുന്നത്. ആ വികാരത്തെ മാനിക്കുക എന്നുള്ളത് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് പാലിക്കേണ്ട മര്യാദയാണ്. അത് മര്യാദ പാലിക്കാതെ പോയി കഴിഞ്ഞാൽ രാജ്യത്തിന്റെ പല സ്റ്റേറ്റുകളിലും കോൺഗ്രസ് നേരിട്ട വെല്ലുവിളി അങ്ങനെ തന്നെ ഇവിടെയും ചരിത്രത്തിൽ ആവർത്തിക്കപ്പെടും. അത് തിരിച്ചറിയുക എന്നുള്ളത് ആ രാഷ്ട്രീയ പാർട്ടി ഇനി അധികം വൈകാതെ ചെയ്യേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.